ഹലോ കൂട്ടുകാരെ, നമ്മുടെ കൊഴുവ പീര വയ്ക്കുക അല്ലെങ്കിൽ ചൂട പീര വയ്ക്കുക എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും അല്ലേ. ഇതിപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ, ചിലവരൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പീര പറ്റിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ പച്ചമുളക് കുറച്ച് കൂടുതലെടുക്കുക. പച്ചമുളകിന് വരും കാന്താരി ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിവിടെ കുറച്ച് ഉള്ളി കൂടുതലിടുന്നുണ്ട്. ഒരു 7-8 ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ വെളുത്തുള്ളി ചേർക്കാറില്ല, പക്ഷേ എനിക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ചെടുക്കുക. ഇഞ്ചിയും ഞാനൊരു ചെറിയ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചെടുക്കണേ. എന്നാൽ മാത്രമേ നമുക്കിത് അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചതച്ചെടുക്കുന്നതാണ്. എന്നിട്ട് ഒരു ചട്ടി എടുക്കുക. ചട്ടിക്കകത്തോട്ട് നമ്മുടെ ചതച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കുക. ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു എരിവിന് വേണ്ടി മാത്രമാണ്. നമ്മൾ പച്ചമുളക് കാന്താരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് എടുക്കണ്ട കേട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടും വേണ്ടത്. ചിലർ മല്ലിപ്പൊടി ചേർക്കാറില്ലായിരിക്കും, പക്ഷേ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് മല്ലിപ്പൊടി ചേർക്കുമ്പോഴാണ്. പിന്നെ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊഴുവ, ചിലയിടത്ത് ചൂടാന്ന് പറയും, ചിലയിടത്ത് നെത്തോലി എന്നൊക്കെ പറയുവേ. അപ്പോൾ നമ്മുടെ ചൂട നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് വെച്ചിട്ടുണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ആദ്യമേ തന്നെ നമ്മുടെ പീര ഉണ്ടല്ലോ, ആ പീര കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കണം. കാരണം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് മിക്സായി, നമ്മുടെ തേങ്ങയായിട്ട് മിക്സായി വരണം. അതുവരെ ഒന്ന് ഞെരടിയെടുക്കുക. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞെരടിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ച നമ്മുടെ ചൂടയുണ്ടല്ലോ, ചൂടയും കൂടി ആ പീരയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കിലോ ചൂട എടുത്തിട്ടുണ്ട്. 1/4 കിലോ മുതൽ ഒരു 1/2 കിലോ അടുത്ത് വരെ വരുന്നൊരു ചൂട എടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനി ഒന്ന് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ തളിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി സൈഡിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കുടംപുളി ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്ത കുടംപുളിയാണ്. ഇതുപോലെ ഇടയ്ക്ക് കുത്തിക്കയറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനകത്ത് മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ മിക്സ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇളക്കിയിട്ട് കൊടുക്കുന്നത് നമ്മുടെ മേളിൽ കിടക്കുന്ന മീനൊക്കെ ഒന്ന് അടിയിൽ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. പൊടിമീനാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, എന്നാലും നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മിക്സായി വരണ്ടേ, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ 2 പിഞ്ച്, 1/4 ടീസ്പൂൺ വേണ്ട, 2 പിഞ്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.